This channel does not promote or encourage any illegal activities. All contents provided by this channel is meant for educational purpose only. Hello friends, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇൻകോഗ്നിറ്റോ ടാബ്, അതായത് പ്രൈവറ്റ് ടാബ്, ക്രോമിലെ പ്രൈവറ്റ് ബ്രൗസർ, ക്രോമിലെ പ്രൈവറ്റ് ടാബാണ് ഇൻകോഗ്നിറ്റോ ടാബ്. ആ ഇൻകോഗ്നിറ്റോ ടാബിൽ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ റെസ്ട്രിക്ഷൻ ഉണ്ട്. നമ്മുടെ ഫോണിൽ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ദിസ് ഈസ് നോട്ട് അലൗഡ് ബൈ യുവർ ആപ്പ് ഓർ ഓർഗനൈസേഷൻ എന്നൊരു ടൈറ്റിൽ എഴുതി കാണിക്കും. നമ്മുടെ ക്രോമിലെ ഇൻകോഗ്നിറ്റോ ടാബിൽ നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നമുക്ക് എങ്ങനെ ഇൻകോഗ്നിറ്റോ ടാബിലും സ്ക്രീൻഷോട്ട് എടുക്കാം എന്ന് ഈ വീഡിയോയിലൂടെ പഠിക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചുവടെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ടാപ്പ് ചെയ്ത ശേഷം ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് സ്ട്രൈറ്റ് ആയി വീഡിയോയിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, ഇവിടെ കുറച്ച് മഴയും പ്രശ്നമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് സൗണ്ടിന് ചെറിയ പ്രശ്നം ഉണ്ടാകും. നിങ്ങൾ ഒന്നും ബോദർ ചെയ്യരുത്. എന്തായാലും നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടല്ലോ, ചെറിയ ഡിസ്റ്റർബൻസ് ഉണ്ടാകും, ഒന്ന് ക്ഷമിച്ചേക്കുക. നമ്മൾ അങ്ങനെ ഇൻകോഗ്നിറ്റോ വിൻഡോയിൽ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നാണ് പഠിക്കാൻ പോണത്. നമ്മൾ ആദ്യം ഇൻകോഗ്നിറ്റോ വിൻഡോ പോയി സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. പവർ ബട്ടണും വോളിയം ഡൗൺ ബട്ടണാണ് ഉപയോഗിക്കാൻ പോണത്. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു മെസ്സേജ് വന്നു, ടേക്കിംഗ് സ്ക്രീൻഷോട്ട്. അപ്പോൾ നമ്മൾ നോക്കാം, ടേക്കിംഗ് സ്ക്രീൻഷോട്ട് ഈസ് ഇൻ അലൗഡ് ബൈ യുവർ ആപ്പ് ഓർ യുവർ ഓർഗനൈസേഷൻ പറഞ്ഞിട്ടൊരു മെസ്സേജ് വന്നതായി കാണാൻ സാധിക്കും. നമുക്ക് ഇതെങ്ങനെയാണ് ഡിസേബിൾ ചെയ്യുക എന്ന് നോക്കാം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ക്രോം ബ്രൗസറിൻ്റെ നോർമൽ ടാബിലേക്ക് പോവുക. അതിനുശേഷം നമ്മൾ സെർച്ചിൽ ക്രോം ഈസ് ടു ഫ്ലാഗ്സ് എന്ന് ടൈപ്പ് ചെയ്യുക. ഇത് നമ്മുടെ എക്സ്പെരിമെൻ്റൽ ഫീച്ചേഴ്സാണിത് നമ്മളിപ്പോൾ കാണുന്നത്. അതിൽ ഇൻകോഗ്നിറ്റോ സ്ക്രീൻഷോട്ട് ഒരു ഓപ്ഷൻ. അതിൽ നമുക്ക് സെർച്ച് ഫ്ലാഗിൽ പോയിട്ട് സ്ക്രീൻഷോട്ട് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇൻകോഗ്നിറ്റോ സ്ക്രീൻഷോട്ട് പറഞ്ഞിട്ട് ഫസ്റ്റ് തന്നെ വരും. അത് ഡിസേബിൾഡോ ഡീഫോൾട്ടോ ആയിരിക്കും നിങ്ങളുടെ ഫോണിൽ. അതൊന്ന് ഇനേബിൾ ചെയ്ത് കൊടുക്കുക. അത് ഇനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ചേഞ്ചസ് വിൽ ടേക്ക് എഫക്റ്റ് നെക്സ്റ്റ് ടൈം യു റീലോഞ്ച് ക്രോം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരും. അപ്പോൾ നമ്മൾ റീലോഞ്ച് കൊടുത്തിട്ട് നേരെ പോയിട്ട് ക്രോം ഓപ്പൺ ആകും. റീലോഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി ക്രോം ഓപ്പൺ ആയി വരും. അപ്പോൾ ഒപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇൻകോഗ്നിറ്റോ സ്ക്രീൻഷോട്ടിൽ ഇനേബിൾഡ് എന്നായിരിക്കും കാണുക. അപ്പോൾ നമ്മൾ നമ്മുടെ എല്ലാ ടാബും ക്ലോസ് ചെയ്ത് ന്യൂ ടാബ് എടുത്തിട്ട് നമ്മൾ ഒന്നും കൂടെ നേരെ ഇൻകോഗ്നിറ്റോ ടാബിലേക്ക് പോവുകയാണ്. ഇപ്പോൾ നമുക്കൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കാൻ ശ്രമിച്ച് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ സ്ക്രീൻഷോട്ട് ഇവിടെ ക്യാപ്ചർ ആയിട്ടുണ്ട്. നമുക്ക് ഇത് എങ്ങനെ വേണമെങ്കിൽ ക്രോപ്പ് ചെയ്തെടുക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഇൻകോഗ്നിറ്റോ ടാബ്, ക്രോമിൻ്റെ ഇൻകോഗ്നിറ്റോ ടാബിൽ സ്ക്രീൻഷോട്ട് എടുക്കുക. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇൻഫോർമേറ്റീവായി തോന്നുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടുകാർക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ, സൈനിങ് ഓഫ്.